കർണൻ തൻ്റെ മകനാണെന്ന് കുന്തിദേവി കർണനോട് തന്നെ വെളിപ്പെടുത്തുകയും പാണ്ഡവരുടെ അടുത്തേക്ക് വരണമെന്ന് പറയുകയും ചെയ്തു. ആ വാക്കുകൾ കേട്ട് കർണൻ കുന്തിദേവിയോട് പറഞ്ഞു, അമ്മ എന്നെ ഉപേക്ഷിച്ചപ്പോൾ എനിക്ക് സർവനാശം വരുന്ന തരത്തിലാണല്ലോ പ്രവർത്തിച്ചത്. ഒരു ക്ഷത്രിയനു കിട്ടേണ്ട പരിഗണനയൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. എന്നിട്ടും സ്വന്തം ആഗ്രഹം മുൻനിർത്തിയാണ് ഇപ്പോഴും അമ്മ എന്നോട് സംസാരിക്കുന്നത്. അർജുനനെ ഭയപ്പെടാത്തവരായി ആരുമില്ല. ഞാനിപ്പോൾ പാണ്ഡവപക്ഷത്തു ചേർന്നാൽ ജനങ്ങൾ എന്തു പറയും? ആ ദുഷ്കീർത്തി എനിക്കുണ്ടാകണമെന്നാണോ അമ്മ ആഗ്രഹിക്കുന്നത്? ഞാൻ ഭയപ്പെട്ട് പാണ്ഡവപക്ഷത്തു ചേർന്നു എന്നല്ലേ കൗരവരും ചിന്തിക്കുക? കർണൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് എൻ്റെ ജീവനെപ്പോലും മറന്ന് ഞാൻ ദുര്യോധനന് വേണ്ടി യുദ്ധം ചെയ്യും. എത്രയെത്ര അപമാനങ്ങൾ ഞാൻ സഹിച്ചു. എവിടെയും അവഗണന. സൂതപുത്രൻ എന്ന അടയാളം. എന്നെ സ്നേഹിച്ചതും വളർത്തിയതും അധിരഥനും രാധയുമാണ്. എൻ്റെ മാതാപിതാക്കൾ അവർ തന്നെയാണ്. പുതിയ ബന്ധങ്ങളൊന്നും ഇനി കർണനു വേണ്ട.